നമസ്കാരം. തൃശ്ശൂർ പൂരം കേരള പോലീസ് അലങ്കോലമാക്കിയ നടപടി കേരളത്തിലെ മുഴുവൻ ഹിന്ദു ഭക്തരെ മാത്രമല്ല മറ്റു മതവിശ്വാസികളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നൂറ്റാണ്ടുകളായി കാര്യമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ നടന്നുപോയിക്കൊണ്ടിരുന്ന പൂരം ഭാരതത്തിലെ എന്നല്ല ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ കീർത്തിയാർജിച്ചിരിക്കുന്നു. ഹൈന്ദവ ഉത്സവത്തിൻ്റെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും അതേപടി പാലിക്കുന്ന പൂരം ചടങ്ങുകൾക്ക് അണുവിട വ്യത്യാസമില്ലാതെയാണ് ക്ഷേത്രഭാരവാഹികളും ഭക്തരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തിൽ എവിടെയും കാണാൻ കഴിയാത്ത വൈവിധ്യമാർന്ന മേളങ്ങളും കുടമാറ്റത്തിൻ്റെ വർണ്ണവൈവിധ്യം പേറുന്ന മനോഹരമായ മത്സര കാഴ്ചകളും ഒക്കെ തന്നെ മറ്റെവിടെയും കാണാനാവില്ല. പക്ഷേ ഇത്തവണ പോലീസ് പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും കൈവച്ചു. ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും വടക്കുംനാഥൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഷൂ ധരിച്ചു കയറി അനാദരവ് കാട്ടി. കോടതി വിധിയുടെ ലംഘനമായതുകൊണ്ട് ആ അനാദരവ് ഭക്തരോടുള്ളതിനേക്കാൾ കൂടുതൽ ഹൈക്കോടതിയോടാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്ന പോലീസിനെയും പിണറായി ഭരണകൂടത്തെയും നേർവഴിക്ക് നടത്താൻ കഴിയുമെങ്കിൽ അത് കോടതി നോക്കട്ടെ. ഇവിടുത്തെ പ്രധാന പ്രശ്നം പൂരത്തിലെ പോലീസ് നടപടിയും ഇരട്ടത്താപ്പുമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരമേറ്റ ദിവസം തുടങ്ങിയതാണ് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. ഇത് യാദർച്ഛികമാണെന്ന് പറയാനാവില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർക്കാനും തള്ളിപ്പറയാനും അവമതിപ്പ് സൃഷ്ടിക്കാനും പിണറായി വിജയനും ദേവസ്വം മന്ത്രിമാരും ചെയ്യുന്ന പ്രവർത്തികൾക്ക് യാതൊരു മര്യാദയും മാന്യതയുമില്ല. ശബരിമല പ്രശ്നത്തിൽ മുൻ സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. രജസ്വലരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിൻ്റെ നിലപാടാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലും പിണറായി സർക്കാർ പരാജയപ്പെട്ടു. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നത് കൊണ്ട് വിധി നടപ്പാക്കുന്നതും നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസിൻ്റെ ഒത്താശയോടെ രാത്രി ഇരുളിൻ്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടി പാടുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടായിരുന്നു. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം തന്ത്രി കണ്ഠര് രാജീവര് പാലിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ NSSും SNDPയും വിശ്വകർമ്മ സഭയും പുലയർ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിനിരന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈയെടുത്തത് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാന മതിൽ കെട്ടിയെന്ന് മുഖ്യമന്ത്രി അഹംഭാവത്തിൻ്റെ ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. ഹിന്ദു സമൂഹത്തിന് ഇത്തരം ധാർഷ്ട്യങ്ങൾ പുത്തരിയല്ല. ഹിരണ്യകശിപുവും നരകാസുരനും എന്തിനേറെ രാവണൻ വരെയുള്ള അസുരജന്മങ്ങളുടെ ഇത്തരം ധാർഷ്ട്യപ്രകടനങ്ങൾ ഹിന്ദു സമൂഹം പലതവണ കണ്ടതാണ്. അവിടെ ധർമാനുസൃതമായി ജീവിക്കാനും ഈശ്വരവചനം നടത്താനും ഈശ്വരോന്മുഖരായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിൻ്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പോലീസും ഒരു പടി കൂടി കടന്നിരിക്കുകയാണ്. കളി സാക്ഷാൽ വടക്കുംനാഥനോടാണ്. ജഗന്നാഥനായ ജഡാഭൂഷിതനായ സംഹാരമൂർത്തിയായ നന്ദുണിയിലും പദചലനത്തിലും പ്രപഞ്ചതാളം നിയന്ത്രിക്കുന്ന നടരാജമൂർത്തിയായ വടക്കുംനാഥനോടാണ്. ഇത്തവണ തൃശ്ശൂർ പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ആനയെ എഴുന്നള്ളിപ്പിക്കലിനും ഭക്തജനങ്ങൾ കൂടുന്നതിനുമെതിരെ ഇറക്കിയ തിട്ടൂരങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കണ്ടപ്പോഴാണ് പിൻവാങ്ങിയത്. എന്നാൽ അതിനുശേഷവും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് പോലീസ് ശ്രമിച്ചത്. എന്തായാലും ഇനി തൃശ്ശൂർ പൂരത്തിൽ നിന്ന് അടുത്തത് ആറ്റുകാൽ പൊങ്കാലയിലേക്കായിരിക്കും പിണറായിയും അദ്ദേഹത്തിൻ്റെ പോലീസും വരാൻ പോകുന്നത്.